ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എടാ കുണുവാവായി, ഉളുപ്പുണ്ടോ നിനക്ക്? മര്യാദയുണ്ടോ നിനക്ക്? നിന്റെ സോറി എടുത്ത് പോക്കറ്റിൽ വെച്ചാൽ മതി. ഇതാരോട് പറയുന്നതെന്നറിയോ? സിജോ കാട്ടുതീയായിട്ട് റോക്കിയോട് പറയുന്നതാണ്. കൂടുതൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ഇപ്പം റോക്കി ഇറങ്ങിക്കഴിയും സിജോയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് സിജോയ്ക്കെതിരായിട്ട്. എന്നുവെച്ചാൽ എനിക്ക് സോറി പറയാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സോറി പറഞ്ഞത് നിങ്ങളുടെ സ്പേസ് കാര്യത്തിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പേസിൽ ഇടപെട്ടുകൊണ്ടാണ് ഞാൻ അവനെ ഇടിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ന്യായീകരണങ്ങൾ. സിജോ ഇതൊന്നും മിണ്ടിയില്ല. സിജോ ഇത് കുറേ കേട്ട് കഴിഞ്ഞ് സിജോ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. സിജോ പറയുന്നത് പറഞ്ഞൊന്നുമല്ല, നിനക്ക് നാണമുണ്ടായിരുന്നെങ്കിൽ, നിനക്ക് കുറച്ചെങ്കിലും ഒരു മാന്യത ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാരെ വിളിച്ച്, എന്നെ വിളിക്കാൻ നിനക്ക് പറ്റത്തില്ല, നിനക്ക് റോക്കിക്ക് എൻ്റെ വീട്ടുകാരെ വിളിച്ചത്, സിജോടെ എൻ്റെ വീട്ടുകാരല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, സിജോയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഒന്ന് ഒരു അച്ഛനോടോ അമ്മയോടോ ഒരു മാപ്പ് പറയുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സിജോ സോറി എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു മാനേഴ്സ് ഉണ്ട്. ഇത് ഈ ചാനലിൽ കയറി നിന്നിട്ട് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനൊരു മാന്യത വേണ്ടേ? നീ കാണിക്കുന്നതെല്ലാം പൊട്ടത്തരാണ്. വെളിയിലിറങ്ങി എന്ന് വെച്ചാൽ റോക്കി വെളിയിറങ്ങിയ സമയത്ത് റോക്കി മാസമൊക്കെ കാണിച്ചിട്ട് ഇറങ്ങിയല്ലോ, ആ സമയത്ത് കാശ് കൊടുത്ത ആളെ നിർത്തിയിട്ട് ആണ് കുറേ കിരീടം വെക്കാനും കുറേ മാല ഇടാനും ഒക്കെ റോക്കി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെയ്ത് എന്നാണ് സിജോ പറയുന്നത്. നമ്മൾ തന്നെയാണ് 16 ദിവസം കഴിഞ്ഞ് റോക്കി വന്നപ്പോൾ റോക്കിനെ ആളുകൾ മാല ഇടുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ സിജോ പറയുന്നത്, അതിൽ തന്നെ ഒരുത്തം പറയുന്നുണ്ട് ഈ മാലയ്ക്ക് റോക്കി ഇത്ര രൂപയായി എന്ന് ഇടുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്ന് സിജോ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കാണിക്കുന്ന മൊത്തം മണ്ടത്തരങ്ങളാണ്. നിനക്ക് വല്ല പിന്നെ മാനേജറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുവാണെങ്കിൽ, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസയും കിട്ടും, ഞങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാം എന്നും സിജോ പറയുന്നുണ്ട്. സിജോ കുറേ നാൾ സിജോ പോട്ടെ, ആ കാര്യം വിട്ടേ. പക്ഷെ റോക്കി വീണ്ടും 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 സിജോനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കാണിക്കുന്നത് ഞാൻ വലിയ മാസാണ്. നമ്മളെ ഒരു ഇൻ്റർവ്യൂ കാണിക്കും, ഞാനാണ് ബിഗ് ബോസിലെ ഏറ്റവും മാസ്, ഞാൻ കാരണമാണ് ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോയി എന്നൊക്കെ റോക്കി കുറേ വിടുവായത്തരങ്ങൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സിജോ കൂടുതൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ മനുഷ്യൻ വീണ്ടും റിയാക്ട് ചെയ്യും. എടാ കുണുവാവ എന്നൊക്കെ വിളിക്കുന്നത്, നിന്റെ കുണുവാവത്തരമൊക്കെ നീ കൈ വെച്ചാൽ മതി, നിന്റെ സോറി ഒന്നും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, നീ അതൊക്കെ പോക്കറ്റ് വെച്ചാൽ മതി കേട്ടടാ കുണുവാവ എന്നും സിജോ പറയുന്നുണ്ട് റോക്കിയോട്. സിജോയുടെ 2-3 വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ പറയുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു ഉപകാരം, ഇത്രയും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ഉപകാരങ്ങൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.